അത് 80 M² മുകളിലുള്ള വീടുകൾക്ക്, ഒരു 150 M² ചൂടെയുള്ള വീടുകൾക്ക്, അത് ഓരോ കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതായത് 80 M² മുതൽ 150 M² വരെ, അതുപോലെ 151 M² വരെ മുതൽ 300 M² വരെ, അതിനുശേഷം 300 M² മുകളിൽ മറ്റൊരു ഫീസ്, അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ പുതുക്കിയ റേറ്റാണ് ഞാൻ പറയുന്നത്. നമസ്കാരം, ബിൽഡ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീട് നിർമ്മിക്കുമ്പോൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലാകട്ടെ എവിടെയാണെങ്കിലും നമുക്ക് പെർമിറ്റ് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ആ പെർമിറ്റ് ഫീസ് പുതുക്കിയ റേറ്റ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഗവൺമെൻറ് ഏറെക്കുറെ അതിൻ്റെ ഒരു 50% കുറച്ചിട്ടുണ്ട്. ആ കുറച്ച ഫീസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഫീസ് നിലവിൽ വന്നത് ഈ 2024 ആഗസ്റ്റ് 1 മുതലാണ് ഈ ഫീസ് കുറച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഫീസ് എത്രയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 80 M² താഴെയുള്ള, അതായത് 862 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള വീടുകളുടെ ഫീസിൽ യാതൊരുവിധ മാറ്റവും ഏർപ്പെടുത്തിയിട്ടില്ല. അത് മുൻപും വളരെ കുറഞ്ഞ റേറ്റ് തന്നെയായിരുന്നു. 80 M² മുകളിലുള്ള വീടുകൾക്കായിരുന്നു ഫീസ് അതിഭീകരമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏറെക്കുറെ ഒരു 50%, 60% ഒക്കെ ഫീസ് കുറച്ചിട്ടുണ്ട്. ആ കുറച്ച ഫീസിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ആദ്യം നമുക്ക് പഞ്ചായത്തിൽ ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ എത്രയാണ് ഫീസ് എന്ന് നമുക്കൊന്ന് നോക്കാം. അത് 80 M² മുകളിലുള്ള വീടുകൾക്ക്, ഒരു 150 M² ചൂടെയുള്ള വീടുകൾക്ക്, അത് ഓരോ കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതായത് 80 M² മുതൽ 150 M² വരെ, അതുപോലെ 151 M² വരെ മുതൽ 300 M² വരെ, അതിനുശേഷം 300 M² മുകളിൽ മറ്റൊരു ഫീസ്, അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ പുതുക്കിയ റേറ്റാണ് ഞാൻ പറയുന്നത്. 81 M² മുതൽ, അതായത് 80 M² മുകളിൽ 150 M² വരെ 25 രൂപയാണ് ഒരു M². അതായത് 1615 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്ക് ഒരു M²ന് 25 രൂപയാണ്. അപ്പോൾ നമുക്കൊരു 1600 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു 3750 രൂപയാണ് പഞ്ചായത്തിൽ പെർമിറ്റ് ഫീസായി നമുക്ക് അടയ്ക്കേണ്ടി വരുന്നത്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് 150 M² മുകളിൽ 300 M² വരെയുള്ള വീടുകൾക്ക് ഏറെക്കുറെ നമുക്ക് 1614 സ്ക്വയർ ഫീറ്റ് മുതൽ 3229 സ്ക്വയർ ഫീറ്റ് വരേക്കുള്ള ഒരു ഫീസ് എന്ന് പറയുന്നത് ഒരു M²ന് 50 രൂപയാണ്. അപ്പോൾ നമുക്കൊരു 300 M² വീട്, അതായത് 3229 സ്ക്വയർ ഫീറ്റ് ഒരു വീട് വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അടയ്ക്കേണ്ടതായിട്ടുള്ള രൂപ എന്ന് പറയുന്നത് 15000 രൂപയാണ് നമുക്ക് അവിടെ അടയ്ക്കേണ്ടി വരിക. അപ്പോൾ ഒരു M²ന് 50 രൂപ തോതിലാണ് ആ ഫീസ് വരുന്നത്. ഇനി 300 M² മുകളിലുള്ള എല്ലാ വീടുകൾക്കും മുൻപുണ്ടായിരുന്നത് 150 രൂപയായിരുന്നു ഒരു M²ന്. അതിപ്പോൾ 100 രൂപയായി കുറച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു 33% കുറച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് ഈ 80 M² മുതൽ 150 M² വരെയുള്ള വീടുകൾക്ക്, അതായത് 1614 സ്ക്വയർ ഫീറ്റ് വരേക്കുള്ള വീടുകൾക്ക്, അതായത് 862 സ്ക്വയർ ഫീറ്റ് മുതൽ 1614 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നമ്മൾക്ക് അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് 35 രൂപയാണ് ഒരു M²ന്. അതായത് ഏറെക്കുറെ മുൻപ് 70 രൂപയുണ്ടായിരുന്നത് ഇപ്പോൾ 35 രൂപയായി കുറച്ചിട്ടുണ്ട്. 50% തന്നെ കുറച്ചിട്ടുണ്ട്. അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 150 M² മുകളിലും 300 M² വരേക്കുമുള്ള വീടിന് ഒരു M²ന് 60 രൂപ എന്ന നിരക്കിലാണ് ഫീസ് ഈടാക്കുന്നത്. അതായത് നേരത്തെ 120 രൂപയാണ് ഉണ്ടായിരുന്നത്, അത് 60 രൂപയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 50% കുറച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1614 സ്ക്വയർ ഫീറ്റിന് മുകളിൽ 3229 സ്ക്വയർ ഫീറ്റ് വരേക്കുമുള്ള ചാർജാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു ചാർജ് എന്ന് പറയുന്നത് 300 M² മുകളിലുള്ള വീടുകൾക്ക് ഏറെക്കുറെ ഒരു 3229 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾക്ക് മുൻപ് വാങ്ങിച്ചിരുന്നത് 200 രൂപയാണ് ഒരു M² എങ്കിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് 150 രൂപ തോതിലാണ്. എന്ന് വെച്ചാൽ ഒരു 25% റേറ്റാണ് കുറച്ചിട്ടുള്ളത്. അടുത്തത് കോർപ്പറേഷനുകളുടെ ചാർജ് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അത് 80 M² മുകളിലുള്ള ഓരോ വീടുകൾക്കും 150 M² വരെയുള്ള വീടുകൾക്ക്
ഒരു എം സ്ക്വയറിന് 100 രൂപയായിരുന്നു നേരത്തെ ഫീസ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അത് 40 രൂപയായിട്ട് കുറച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 60% ഫീസ് നിരക്ക് താഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് നല്ലൊരു കുറവായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും വളരെ നല്ല കാര്യം. 40 രൂപയായിട്ട് കുറച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു എം സ്ക്വയറിന് 10 രൂപ വാങ്ങിച്ചിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ 40 രൂപ എന്നുള്ളത് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് 150 എം സ്ക്വയറിന് മുകളിലും 300 എം സ്ക്വയർ വരേക്കുമുള്ള വീടിന് ഈടാക്കുന്ന ഒരു ഫീസ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് 150 രൂപ ആയിരുന്നു. ഇപ്പോൾ അത് 70 രൂപയായിട്ട് കുറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 1614 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾക്ക്, അതായത് 300 എം സ്ക്വയർ വരെ എന്ന് പറയുമ്പോൾ 3229 സ്ക്വയർ ഫീറ്റ് വരേക്കുള്ള വീടുകൾക്ക് കോർപ്പറേഷനിൽ ഫീസ് ഈടാക്കുന്നത് ഒരു എം സ്ക്വയറിന് 70 രൂപ എന്നുള്ള നിരക്കിലാണ്. എന്ന് വെച്ചാൽ ഒരു 53-54% ഉള്ളിൽ ഫീസ് കുറച്ചിട്ടുണ്ട്. അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് 300 എം സ്ക്വയറിന് മുകളിലുള്ള വീടുകൾക്കുള്ള റേറ്റ് ആണ്. അത് 3229 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾക്കുള്ള ഒരു റേറ്റ് എന്ന് പറയുന്നത് നിലവിലുണ്ടായിരുന്നത് 200 രൂപയായിരുന്നു. അപ്പോൾ ഈ ഓഗസ്റ്റ് 1 മുതലുള്ള ഫീസ് എന്ന് പറയുന്നത് ഒരു എം സ്ക്വയറിന് 150 രൂപ തോതിലാണ് കുറച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു 25% ഫീസ് കുറച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള ഒരു റേറ്റ്. നിലവിലുണ്ടായിരുന്നതിൻ്റെ ഏറെക്കുറെ ഒരു 50, 30, 40 അങ്ങനെ ശതമാനത്തോളം കുറച്ചിട്ടുണ്ട് പല കാറ്റഗറി ആയിട്ട്. അപ്പോൾ എന്തായാലും ഇത് വീട് വയ്ക്കുന്ന ആളുകൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം നേരത്തെ വലിയ ഭീമമായ ഒരു തുക തന്നെയാണ് ഈടാക്കിയിരുന്നത്. ആ തുക തിരികെ ഇപ്പോൾ പുതുക്കിയ നിരക്കനുസരിച്ചിട്ടുള്ള റേറ്റ് ഇതുവരെ അപ്രൂവൽ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഗവൺമെൻറ് തിരികെ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരാണ് ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടത്. കാരണം ഇതിൻ്റെയൊക്കെ ഫീസ് ചെല്ലുന്നത് നേരിട്ട് ഗവൺമെൻറ്റിലേക്കല്ല, അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഈ ഫീസ് ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുറച്ചിട്ടുള്ള റേറ്റ്, അധികം നമ്മൾ അടച്ചിട്ടുള്ള ഓരോ റേറ്റും അതാത് ഉടമസ്ഥന് തിരികെ കൊടുക്കേണ്ട ഉത്തരവാദിത്വം അതാത് പഞ്ചായത്തുകൾ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റിക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തിലൊക്കെ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ ആയി വരുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആയി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൃത്യമായിട്ട് ചെയ്യാം. കാരണം അത് എങ്ങനെയാണ് ആ ക്യാഷ് നമുക്ക് തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വീട് പണിയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഓക്കെ, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.